ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഭക്ഷണ കാര്യത്തിൽ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഇന്ന് മിക്കവരും പുലർത്തുന്നുണ്ട്. മിക്കവരും ഇന്ന് ഹെൽത്തി ഡയറ്റാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ആഹാരം കഴിക്കുന്ന സമയക്രമത്തെപ്പറ്റി പലരും ബോധവാന്മാരല്ല. പലരും ഇഷ്ടമുള്ള സമയത്താണ് ആഹാരം കഴിക്കുന്നത്. അല്ലാതെ കൃത്യസമയത്ത് അല്ലെ കൃത്യ ഇടവേളകളിൽ ആഹാരം കഴിക്കുക എന്നത് പലരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ഡയറ്റ് സെലക്ട് ചെയ്യുന്നത് കൂടാതെ ആഹാരം കഴിക്കുന്ന സമയക്രമവും കൂടി കൃത്യമായിട്ട് പാലിക്കണം. എങ്കിലേ നമുക്ക് എല്ലാ പോഷകങ്ങളുടെയും ആഗിരണം നമ്മുടെ ശരീരത്തിൽ ശരിയാകുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം ഒരേ നിലവാരത്തിൽ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. പലരും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. പലരും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ചിലപ്പോൾ അവർ സ്കിപ്പ് ചെയ്യുന്നു. മറ്റു ചിലരാകട്ടെ വൈകിട്ടത്തെ ആഹാരം 8 മണിക്ക് മുമ്പ് കഴിക്കേണ്ടത് പലപ്പോഴും 10 11 ആകുമ്പോഴൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്തിൽ ഒരു നിഷ്ഠയും മിക്കവർക്കും ഇന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഈ കൃത്യനിഷ്ഠ പാലിക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് പലവിധ പ്രയോജനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരത്തിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ മാറ്റി നിർത്തി അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം ഒരേ നിലയിൽ തന്നെ നിർത്താൻ അത് വളരെയധികം സഹായിക്കും. അത് അവരുടെ ഡയബറ്റിക് കൺട്രോളിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരത്തിൽ ഉയർച്ചയും താഴ്ചയും വരുമ്പോഴാണ് അവർക്ക് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത. മറ്റൊന്ന്, പ്രമേഹ രോഗികൾക്കാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ആഹാരം ഇങ്ങനെ സമയനിഷ്ഠ കൂടാതെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ വന്നു ചേരാം. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അല്ലാത്തവർക്കാണേലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത്, അതായത് രാവിലെ ഒരു 8 മണിക്കോ 9 മണിക്കോ മുമ്പോ നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ പ്രമേഹം പോലെയുള്ള പല രോഗങ്ങളും വരാതിരിക്കുന്നതിനും നമ്മളെ സഹായിക്കും. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമാണ് ഗ്ലൂക്കോസ്. അപ്പം നമ്മൾ ഒരു രാത്രി മുഴുവൻ ഫാസ്റ്റിങ് കഴിഞ്ഞാണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്, നമ്മുടെ ഫാസ്റ്റിങ്ങിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആഹാരം എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് കിട്ടാതെ വരികയും അമിതമായ ക്ഷീണമുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് തന്നെ കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 2.5 മണിക്കൂർ സമയത്തേനെ നമ്മുടെ വയറ്റിൽ ആ ആഹാരം കാണുകയുള്ളൂ. അത് കഴിയുമ്പോൾ അത് ദഹിച്ച് അതിലെ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. പുറത്തേക്ക് തള്ളിക്കളയേണ്ട സാധനങ്ങൾ നമ്മുടെ മലാശയത്തിൽ ചെന്ന് ചേരുന്നു. അപ്പോൾ 2.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ വിശക്കാൻ തുടങ്ങും. നമ്മൾ വിശപ്പ് തുടങ്ങുമ്പോഴേ ആഹാരം കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശക്കാൻ വേണ്ടി കാത്തിരിക്കരുത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ആഹാരം കഴിക്കുന്നത് വിശപ്പിന് വേണ്ടിയല്ല, വിശക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഭക്ഷണം കഴിക്കണം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ 8 മണിക്കോ 8:30 കഴിച്ചു കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ്, 10 ബദാം പരിപ്പോ അല്ലെ നിലക്കടലയോ അല്ലെ വാൾനട്ടോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ആഹാരവും ഒരു ഗ്ലാസ് ചായയും കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള നമ്മുടെ മീല് നമ്മൾ ആ കൃത്യസമയത്ത് തന്നെ കഴിക്കണം. 1 മണിക്കോ 2 മണിക്കകമെങ്കിലും നമ്മൾ കഴിക്കണം. 4 മണിയാകുമ്പോൾ വീണ്ടും നമ്മൾ മധുരമിടാത്ത ഒരു ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഹെൽത്തി സ്നാക്സ് അല്ലെ ഒരു പഴം നമ്മൾ കഴിക്കുക. വൈകിട്ടത്തെ ആഹാരം നമ്മൾ നേരത്തെ കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അതായത് ഒരു 8 മണിക്ക് മുമ്പ് വൈകിട്ടത്തെ ആഹാരം നമ്മൾ കഴിക്കണം. അത് ലൈറ്റായിട്ടേ കഴിക്കാവുള്ളൂ, ഒരു ബഗർ കഴിക്കുന്ന പോലെ കഴിക്കാവൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ വൈകിട്ടത്തെ ആഹാരം ദഹിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഉറങ്ങാൻ പോകാവൂ. പക്ഷേ ഇന്ന് അതല്ല സംഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ മിക്കവരും വൈകിട്ടത്തെ ആഹാരം കഴിക്കുന്നത് വളരെ വൈകിയാണ്. ചിലപ്പോൾ 10 11 ഒക്കെയാണ്.
അത് ഹെവി ആയിട്ടാണ് പലപ്പോഴും പലരും കഴിക്കുന്നത്. കാരണം അത് ഒന്നെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആഹാരമായിരിക്കാം, അല്ലെ എന്തെങ്കിലും പാർട്ടികളിൽ പങ്കെടുത്തുകൊണ്ടുള്ള ആഹാരമായിരിക്കാം. അതൊക്കെ പലപ്പോഴും ഹെവി ആയിരിക്കും, കൊഴുപ്പ് കൂടിയ ആഹാരമായിരിക്കും. അത് കഴിച്ച് ദഹിക്കുന്നതിന് മുമ്പാണ് നമ്മൾ പെട്ടെന്ന് ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാലും ആ കഴിക്കുന്ന ആഹാരം ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഉറങ്ങുന്ന സമയത്തും ദഹന പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ദഹന വ്യവസ്ഥയ്ക്ക് ഒരു വിശ്രമം കിട്ടുന്നില്ല. അപ്പോൾ നല്ലപോലെ നമ്മുടെ ഭക്ഷണം ദഹിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള പോഷകങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ തോന്നിയ സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മളത് കൃത്യസമയത്തിൽ, അതായത് റൈറ്റ് ഫുഡ് ഇൻ ദ റൈറ്റ് ടൈം തന്നെ നമ്മൾ കഴിക്കണം. എന്നാലേ നമുക്ക് ആരോഗ്യ സംരക്ഷണവും അതുപോലെ തന്നെ രോഗപ്രതിരോധവും അല്ലെ രോഗനിയന്ത്രണവും സാധ്യമാകും. അപ്പോൾ ഈ കാര്യം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.